ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. വീഡിയോ എന്താകുമെന്നൊന്നും അറിയില്ല. ജസ്റ്റ് ഇപ്പോൾ എണീറ്റുള്ളൂ. എണീക്കാൻ തൊട്ട് മുമ്പ് മനസ്സിലൊരു ഐഡിയ വന്നു, ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു വീഡിയോ ഒന്ന് നോർമൽ ഡേ എന്താകുമെന്ന് അറിയില്ല, കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ അത് വെച്ച് എടുക്കാമെന്ന് വെച്ചു. സമയം ഇവിടെ ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. 6 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ സൺഡേ ആണ്, ഓഫ് ഡേ ആണ്. ഒരു 8 മണിയായി. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രഷായി, ഇന്നിപ്പോൾ ചായ കുടിക്കണം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ അരുൺ ചേട്ടനെല്ലാം ഇവിടെ സഫാനയ്ക്ക് പിടിക്കുന്നുണ്ട്, ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ തന്നെ. അരുൺ ചേട്ടൻ രാവിലെ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്യണമെന്ന് തോന്നുന്നു. ചായ വെച്ചിട്ടുണ്ട്. നമുക്കിത് രാവിലെ ഒന്ന് മാഗി കേട്ടോ. എല്ലാം നമ്മുടെ ചീഫ് കുക്ക് അരുൺ ടീച്ചർ രാവിലെ സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ ഫ്രണ്ടിലേക്ക് ഉണ്ട് കാണിച്ചാൽ. ഭക്ഷണം കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. ആണ് നമ്മുടെ ചീഫ് കുക്ക് അരുൺ ടീച്ചർ. അരുൺ ചേട്ടനാണ് നമ്മുടെ ഇന്നത്തെ ഫുഡൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വ്യൂ ഉണ്ടോ. നമുക്ക് രാവിലെ ഇന്ന് മാഗിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ മാഗി ഉണ്ടാക്കിയ ചീഫ് കുക്കാണ് അരുൺ ചേട്ടൻ. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ അപ്പോൾ കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളിന്ന് സൺഡേ ആയിട്ട് ചിക്കനാണ് വയ്ക്കണേ. വേറെ ഒന്നുമല്ല, സൺഡേസിലൂടെ കൂടുതലും ചിക്കനാണ് വയ്ക്കാറ്. കാര്യം വയ്ക്കാൻ എളുപ്പത്തിനും കഴിക്കാൻ രുചിക്ക് വേണ്ടിയിട്ട് ചിക്കനാണ് പ്രിഫർ ചെയ്യണത്. അപ്പോൾ ഒരു നേരം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 നേരത്തേക്കുള്ള കറിയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺഡേസിൽ ചിക്കൻ അങ്ങനെ. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഇവിടെ അടുത്ത് നമുക്ക് ഒരു 200 ലിറ്റർ അവിടെ നിന്ന് നമുക്ക് അടുത്ത് തന്നെ ജംഗ്ഷനുണ്ട്. അപ്പോൾ അവിടെ ചിക്കൻ കടയുണ്ട്, ആവശ്യത്തിനുള്ള സാധനം കിട്ടും, പച്ചക്കറി കടയുണ്ട്, എല്ലാം അടുത്ത് തന്നെ കിട്ടും. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് പോവാണ്. നമ്മൾ സഫാനിക്ക വരുന്നുണ്ട് കൂടെ. സഫാനിക്കട വന്നിട്ട് നമ്മൾ പതിയെ ഇറങ്ങുകയാണ്. അവിടെ പോയിട്ട് ഇവിടുത്തെ നാട്ടിലെ ചിക്കൻ കട എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പോലെ അല്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ചേട്ടൻ അവിടെ ക്ലീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ചിക്കൻ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നമുക്കൊരു ഫുൾ കോഴിക്കൽ റേറ്റ്. ഇവിടെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ഫുള്ള് ഒരു ഡ്രസ്സ് വെച്ചിട്ടുണ്ടാവും, പക്ഷേ ആ മീറ്റിനാണ് റേറ്റ്. അതാണ് ഇവിടെ വ്യത്യാസം. അപ്പോൾ കിലോയ്ക്ക് 220 എന്തോ ആയിരുന്നു അങ്ങനെ റേറ്റ്. ബാക്കി ശേഷം ഫോണൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് ഫോണും പിടിച്ച് റോഡിലേക്ക് ഇറങ്ങാൻ പോകണം. ആൾക്കാരുടെ റിയാക്ഷൻ എന്താണെന്ന് എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഇടവഴികൾ എന്ന് പറയണേ. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും ഇതുപോലെ എന്തോ വാച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ കാണാത്തവരുണ്ട്, ഈ തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ആരോടും ചോദിച്ചിട്ടില്ല, അറിയാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാൻ കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ സഫാനിക്കാണ് കൂടെ വന്നാണ് നമുക്ക് ചിക്കൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാണുന്ന റോഡിൻ്റെ അടുത്താണ് നമ്മുടെ കട. പൈസ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ലിപ്പ് കിട്ടും, 240 റേറ്റ്. അപ്പോൾ ഇവരിങ്ങനെ ചിക്കൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ചു 1 കിലോ. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാം. കടയിൽ പോയിട്ടെത്തി. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നല്ല ചൂടാണ്. ഒന്ന് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഫാനും നിറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ വരും. ഇതാണ് അവസ്ഥ അവിടെ. നമ്മൾ റൂമിലെത്തി. നമ്മുടെ ചീഫ് കുക്ക് ഇവിടെ അലക്കും പരിപാടിക്കായിട്ട് എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മേടിച്ച് 1 കിലോ, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ പലരും മേടിച്ച് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നാട്ടിലെ പോലെ തന്നെ, പക്ഷെ ഇവിടെ മീറ്റിനാണ് റേറ്റ് എന്ന് വെച്ചാൽ ചിക്കനല്ല. പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങൾ. ചേട്ടനാണ് ഞങ്ങളുടെ മെയിൻ. ചേട്ടനില്ല ഞങ്ങൾ പട്ടിണിയാവും. അരുണേട്ടൻ ഫാൻസ് കാക്കിനാട് ഉറങ്ങേണ്ടി വരും മിക്കാറും. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ചിക്കൻ വെക്കുന്നതൊക്കെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ബാക്കി ഇന്നത്തെ വിശേഷങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പുറത്ത് പോകണതൊക്കെ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം.
എനിക്കറിയില്ല ഇത് കണ്ടിന്യൂ ചെയ്യുമല്ലോ എന്ന്. ജസ്റ്റ് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു എന്താ പറയുക, ചെയ്യണം തോന്നി ചെയ്യണതാണ്. ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഹലോ ഗൈസ്, വൈകുന്നേരമായി. നമ്മൾ പുറത്ത് പോകാനുള്ള പ്ലാനിലാണ്. എന്താണ് ചേട്ടാ ഇങ്ങനെ നിങ്ങളെ ചേട്ടാ വ്ളോഗിൽ വരും ചേട്ടാ, അതൊക്കെ വൈബല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്, അവിടെ നിന്ന് പോകാനുള്ള മൈൻഡ് സെറ്റിലാണ്. അപ്പോൾ ഓട്ടോ റാപ്പിഡ് ബുക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പിന്നെ ഓട്ടോ കണ്ട് നമുക്ക് നൈസായിട്ട് ഇറങ്ങണം. ചെറിയ മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഇതാണ് വൈകുന്നേരത്തെ ഇവിടുത്തെ ഒരു കാഴ്ച. അപ്പോൾ ഓട്ടോ വന്നിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓട്ടോ വരുന്നുണ്ട്, അരഞ്ചേണ് സെഫഞ്ചേനുണ്ട്. അപ്പോൾ അവിടെ റാപ്പിഡ് ബുക്ക് ചെയ്ത് ഓട്ടോ വന്നു. അപ്പോൾ നമ്മൾ പോകാനുള്ള പ്ലാനാണ്. 0742 42 വിവേകാനന്ദ പാർക്ക്. നമുക്ക് ഓട്ടോ കയറി കഴിഞ്ഞാൽ നമുക്കൊരു കോഡുണ്ട്, അവിടെ അടുത്താണ് ലൊക്കേഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. നമ്മൾ പാർക്കിലെത്തി. അപ്പോൾ എന്താ ഇതാണോ നമ്മൾ വന്ന വഴിക്ക് തന്നെ ഇവിടെ ഒരു നമ്മുടെ നാട്ടിലെ മദാമപ്പൂട നമ്മൾ ട്രൈ ചെയ്തൊക്കെ നടത്താണ്. അപ്പോൾ എത്ര ഇടയാണ് ഹിന്ദി 10 രൂപ 10 രൂപയാണ്. അതിനാണ് കയ്യിൽ ചേഞ്ച് ഉണ്ടോ? ഓക്കെ. ഗൂഗിൾ പേ ലൈവ് തെണ്ടിപ്പോനെ. അപ്പോൾ ഓർമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കാം, പൊട്ടിച്ചേക്ക്. അപ്പോൾ മെയിൻ പ്രശ്നം വെച്ചാൽ നമുക്ക് തെലുങ്കും അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. കുറേ നാളെ കഴിച്ചിട്ട് 10 ടേസ്റ്റ് ചെയ്യുന്ന തന്നെയാണ്, കുഴപ്പമില്ല, നല്ലതാണ്. 10 രൂപയ്ക്ക് നല്ലതാണ്. എന്തായിരുന്നു ചേട്ടാ? അടിപൊളി. ഇതോ ഒരു ലേക്കാണ്, അതാണ് പാർക്കെന്ന് പറഞ്ഞാൽ. ഒരു വാക്വേയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് റൗണ്ടിന് ഒരു വാക്വേ ഉണ്ട്. ഇവിടെ നിറച്ച് ആമകളുള്ളത്. ഇവിടെ ഉണ്ട് പൊരി കൊടുക്കുന്നുണ്ട് എല്ലാവരും കൊടുക്കാനായിട്ട്. ഇതൊക്കെ നിറച്ച് ആമകളാണ്. പിന്നെ കുറേ അരയന്യങ്ങളുണ്ട്. പക്ഷെ നല്ലൊരു രസമുണ്ട് കാണാനായിട്ട്. ഇഷ്ടംമാതിരി ആമകളുണ്ട്. നമുക്ക് അങ്ങനെ കറങ്ങിയാലെന്നോ? വാ. ഇങ്ങനെയല്ലേ കറങ്ങണ്ടേ? എങ്ങനെ ഇറങ്ങണം? എങ്ങനെ ഇടും കറങ്ങാം? ഇവിടെ പാർക്കിൻ്റെ ഉള്ളിലൊരു റോളർ സ്കേറ്റിംഗ് ഗ്രൗണ്ടാണത്. അത്യാവശ്യം കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. കുഞ്ഞു കുട്ടികൾ വരെ സ്കേറ്റിംഗ് ഓടിക്കുന്നുണ്ട്. കാണുമ്പോൾ രസമുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ നമുക്ക് ആഗ്രഹം ഉണ്ടാകുന്ന കാര്യങ്ങളാണല്ലോ അവർ. അത്യാവശ്യം കുട്ടികളുണ്ട്. ഇവിടെ പാർക്കിലെ ഒരു സ്തൂപമാണത്, പ്രതിമയാണ്. വിവേകാനന്ദ പാർട്ടൺസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ വിവേകാനന്ദ എന്ന ആളായിരിക്കും ഇത്. ആരാണത്? ആരാട്ടത്? ആരത്? വിവേകാനന്ദ ആരാ? ഇല്ല. ഇതിലൊന്നും ഇല്ലല്ലോ. ഇവിടുത്തെ ഒരു കപ്പലിൻ്റെ വഴിയാണ് കാര്യം. 20 രൂപ ഉള്ളൂ. 20 രൂപ ഉണ്ട്. ഇത്ര നീളത്തിൽ പണിതിട്ട് ഉള്ളിലൊന്നുമില്ല. അയ്യോ ഇതിലൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ സെറ്റപ്പായി പോയി. നാട്ടിലെ 10 രൂപയ്ക്ക് കുറേ സാധനം കിട്ടുമായിരുന്നു. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, ചൂടൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. We have a new guest here. Guest appearance Abdul Sattar.
ന്യൂ ലുക്ക്. ടേക്കിംഗ് ബ്ലോഗ്. യെസ്. ഏറെക്കുറെ ഒരു വൈകുന്നേരം ഫീൽ ആയിട്ടുണ്ട്. ലൈറ്റൊക്കെ ഓണായുണ്ട് ഇവിടെ. നമ്മളുടെ വർത്തമാനം പറഞ്ഞേക്കാണ് നമ്മുടെ അബ്ദുൾ ഉണ്ട്. അബ്ദുൾ ഇവര് ഷൈ ആണ്. അബ്ദുൾ വീഡിയോ ഉണ്ട് അപ്പം ഓടും. എന്നിട്ടാ എന്തിനാ പറയട്ടാ എടാ നിങ്ങൾ വേണം സഫുക്ക. നമ്മളപ്പോൾ ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്നാണ് നമ്മുടെ അബ്ദുള്ള പറഞ്ഞത്. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ എന്തെങ്കിലുമെന്ന് അറിയില്ല, ചെന്നിട്ട് നമുക്ക് നോക്കാം. ഇവിടുത്തെ ഒരു വലിയ ഹോളാണത്. നമ്മുടെ നാട്ടിലെ പോലെ ഉള്ളൊരു ബസ് സർവീസാണിത്. ഇവിടുന്ന് ഹൈദരാബാദിലേക്കും ബാംഗ്ലൂരിലേക്കും ഉള്ള നൈറ്റ് സർവീസ് ബസ്സുകളുടെ ഒരു ഏരിയ ആണിത്. അപ്പോൾ നമ്മുടെ അബ്ദു പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ ലെങ്ത്തിൽ കിടക്കുന്നുണ്ട് ബസ്സുകൾ അപ്പുറം ഇപ്പുറം രണ്ട് സൈഡിലായിട്ട്. അപ്പോൾ നമ്മളൊരു പോകുന്ന ഈറ്റ് സ്ട്രീറ്റിൻ്റെ അടുത്താണ് ഈ ഒരു ബസ് ഏരിയ വരുന്നത്. ഇവിടെ അടുത്തുള്ളൊരു കോളേജാണ്, നമ്മുടെ അബ്ദുള്ള പഠിച്ച കോളേജാണ്. അപ്പോൾ അബ്ദുള്ള ബസ് കോളേജ് കാണിക്കാൻ വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് വലിയ കോളേജാണ്, നമ്മുടെ നാട്ടിൽ തന്നെ 40 ഏക്കറുള്ള ഒരു കോളേജാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോളേജ് ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടൊക്കെയാണിത്. നമ്മുടെ മഹാരാജാസ് പോലെ തന്നെ അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ്, പക്ഷേ സ്റ്റേഡിയം ഒന്നുമില്ല. അങ്ങനെ നൈസൊരു സ്ഥലമാണ്. വൈകുന്നേരം വൈബ് അടിക്കാൻ പറ്റിയ നൈസൊരു സ്ഥലമാണ്. നമ്മുടെ അടുത്തൊരു ഫ്രണ്ട് ഹാരിഷ് ചിലപ്പോൾ ജോയിൻ ചെയ്യരുത്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ബാക്കി എങ്ങനെ നോക്കാം. നമ്മുടെ അബ്ദുൾ ഉണ്ടോ ആണ് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ഇവിടുത്തെ. ഇവിടുത്തെ അരയാലാണ്. കണ്ടപ്പോൾ കയറി ആടെന്ന് വിളി. അപ്പോൾ അവിടെ നൈസാണ് സാധനം. ഇറ്റ്സ് എ ഗുഡ് വൈബ് പ്ലേസ് ഗൈസ്. Abdul is showing us all these things. Abdul is a good guy. Abdul is a Attakad guys. Abdul, say some Malayalam words. Adichude. You only know that Adichude. Only one word. Another one. Sugamano. 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 Okay, നമ്മളതിനും കഴിക്കട്ടെ. നല്ല വിശപ്പുണ്ട്. ജസ്റ്റ് ഇതിലും വീട്ടിൽ ഫുഡുണ്ട്, പക്ഷെ എന്നാലും ചെറുതായിട്ട് എന്തെങ്കിലും നൈസായിട്ട് കഴിക്കാൻ പറ്റും. ഇവിടെ ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റും ലോക്കൽ ഫുഡ്. അപ്പോൾ നിങ്ങൾ ഹാരിശ്ശേരിയായി നോക്കാം നമുക്ക്. ഓക്കെ നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാധനമാണ്. അബ്ദുൾ, വാട്ട് ഈസ് നെയിം ഓഫ് ദിസ് തിങ്? ബജി. ഇവിടുത്തെ എന്തൊരു ബജിയാണ്. നമ്മുടെ നാളൊരു മുളകുള്ള ടേസ്റ്റ്, പക്ഷെ മുളകില്ല, സംഭവം കൊള്ളാം. 3 ചട്നി ഉണ്ട്, കുറേ ബോൾസ് ഉണ്ട്, 10 ഉപ്പരേ ഉള്ളൂ. സംഭവം എങ്ങനെയുണ്ട് ചേട്ടാ? അതുപോലെ എങ്ങനെയുണ്ട് ടേസ്റ്റ്? കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ടെറസിലേക്ക് പോകണം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഫോൺ അപ്പം തന്നെ ഓഫായി പോയി ചാർജ് ചെയ്യുന്നത്. ബാക്കി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹാരിഷ് ജോയിൻ ചെയ്തില്ല. ഹാരിഷിന് തിരക്കായിട്ടൊരു ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്ന് ഓട്ടോ വിളിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി ജസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു, കണ്ടിന്യൂ ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ശരി, ബൈ, ഗുഡ് നൈറ്റ്.